ആക്ഷേപമുണ്ടെങ്കിൽ ഒരു സംവിധാനത്തെ മുഴുവൻ സംശയനിഴലിൽ പെരുവെടുത്ത് നിർത്തുകയല്ല ചെയ്യേണ്ടത്. CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പടച്ചുവിട്ട ആരോപണങ്ങളായിരുന്നു വലിയ രീതിയിൽ. അപ്പൊ അവർക്കെതിരെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം പടച്ചുവിട്ട ഒരു വാർത്ത അല്ലെങ്കിൽ പരാതി ആയിക്കൂടിയത്? നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് പോലും നീതിപൂർവകമായിട്ടുള്ള ഒരു പരാതി അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പരാതി രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-നാണ്. സരിതയുടെ കത്തിന്റെ പേജുകളുടെ എണ്ണം കൂട്ടി ഉമ്മൻചാണ്ടിയിലേക്ക് വരെ അതിനെ എത്തിച്ചുകൊണ്ട് ആ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കുൽസിത ശ്രമങ്ങൾ നടത്തിയ ആളുകൾ, കാഫിൽ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കാൻ ചിത്രീകരണം നടത്താൻ ശ്രമിച്ച ആളുകൾ, തോൽപ്പിക്കാൻ നടത്തിയ ആളുകൾ, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ. ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ നിരവധിയായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള സൈബർ. മറ്റൊരു വശം കൂടിയുണ്ട്. ഈ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സമയത്ത് ഈ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിൽക്കുന്ന നിലയിൽ എത്തുമെന്ന് ചിലപ്പോൾ ഈ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരേ സമയം ചിന്തിച്ചു കാണണമെന്നില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു വേടനെതിരെ പരാതി വന്നത്. ഒന്നിലധികം പരാതികളാണ് വേടനെതിരെ വന്നിട്ടുള്ളത്. ഇത്രയും നാളുകൾക്ക് ശേഷം ഈ പരാതിയുമായി വരുമ്പോൾ ഈ സംഭവം കുറ്റം നടക്കുന്ന ഒരു സമയത്ത് ഇവര് ചിന്തിച്ചു കാണില്ല ഈ പരാതിക്കാരൻ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു നിലയിൽ എത്തുമെന്നുള്ളത്. ഇപ്പൊ ഈ ഫെയിമിന് വേണ്ടിയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ ഒരു പരാതിയുമായി ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റെന്തെങ്കിലും നേട്ടം കണ്ടുകൊണ്ടായിരിക്കില്ലേ? അല്ല, ഞാൻ അങ്ങനെ അതിനെ വിലയിരുത്തുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷെ അത് ഞാൻ ജഡ്ജ് ചെയ്യാത്തതിന് കാരണം അവരുടെ ഭാഗത്ത് അവർക്ക് നീതി ഉറപ്പാക്കപ്പെടാനുള്ള ഒരവസരവും നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മുൻപ് ഇവർ നല്ല സൗഹൃദത്തിലായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ സമയത്ത് മാത്രമാണ് ഒരാൾ പീഡകനായി മാറുന്നെങ്കിൽ അതൊരു തെറ്റായ നിലപാട്. അന്നേരം മാത്രം അയാൾ പീഡകനാണെന്ന് തോന്നുന്നെങ്കിൽ തെറ്റായ നിലപാടാണ്. ഇനി നേരെ തിരിച്ച് അവർ പറയുന്നത് പോലെയാണ്. അവർ പലവട്ടം നോ പറഞ്ഞിട്ടും വീണ്ടും അങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് അശ്ലീലമായിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നയാൾക്ക് നോ പറഞ്ഞത് എന്താണെന്ന് തിരിച്ചറിയാന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം തെറ്റാണ്. ഇത് രണ്ടിനും രണ്ടായിട്ട് തന്നെ കാണാം. മൂന്നാമത്തെ കാര്യം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും മുമ്പ് പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ കേൾക്കാൻ വിധിക്കപ്പെടും. ആസൂത്രിതമായിട്ട് പലതും നടക്കും. മുൻകാലങ്ങളിൽ പലതും നടന്നിട്ടുണ്ട്. 5-6 വർഷം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു എന്ന്. ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് എല്ലാവരും സമ്മതിച്ചു കൊടുത്തത്. ഇന്നും പല മാധ്യമങ്ങളും തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടില്ല. കോയമ്പത്തൂർക്ക് ലൈവായിട്ട് ക്യാമറ യാത്ര നടത്തിയ മാധ്യമങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കക്കൂസിന് പുറത്ത് ക്യാമറ വെച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും ഉമ്മൻചാണ്ടി മരിച്ചിട്ട് പോലും തെറ്റ് പറ്റിപ്പോയെന്ന് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടും പലരും ഏറ്റു പറഞ്ഞിട്ടില്ല. ഇത് ISRO ചാരക്കേസിന്റെ കാലത്ത് ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചില പ്രിവിലേജുകളൊന്നും ഒരു നേതാവിനും കൊടുക്കേണ്ടതില്ല. പക്ഷെ ഒരു ആരോപണം വരുമ്പോൾ അപ്പൊ തന്നെ കൊത്തിവലിക്കാൻ കിട്ടിയ ഒരു ഇരയാണെന്ന് കരുതുന്ന ആ മാധ്യമ കഴുകന്മാരോടും കൂടി എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ സ്വകാര്യതയിൽ അയാൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതാണ് അയാളുടെ സ്വഭാവം. അയാൾ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അഭിനയം മാത്രമാണ്. ഈ പൊതുസമൂഹത്തിൽ പെരുമാറുന്നതും സ്വകാര്യതയിൽ ഇടപെടുന്നതും രണ്ടും ഒരുപോലെ ആകുന്നില്ലെങ്കിൽ മോഷ്ടിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ സമൂഹത്തിൽ പിടിക്കപ്പെട്ടവനെ മാത്രമാണ് മോഷ്ടാവെന്ന് വിളിക്കാറുള്ളൂ. പിടിക്കപ്പെടാത്തിടത്തോളം കാലം മോഷ്ടിക്കുന്നവരടക്കം പിടിക്കപ്പെടാൻ പോകുന്നവന്റെ പുറകെ കള്ളൻ എന്ന് പറഞ്ഞ് ഓടാറുള്ളൂ. എനിക്ക് മാധ്യമങ്ങളോടും പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൂശിക്കാൻ തിരക്ക് കൂട്ടുന്നവരോടും പറയാനുള്ളത്, അധികം തിരക്ക് കാണിക്കുന്നതിന് മുമ്പ് ഈ ധാർമ്മികതയുടെ അതിർവരമ്പ് തീരുമാനിക്കുന്നതിന് മുമ്പ് അവനവന്റെ കൂടി കാര്യങ്ങളൊന്ന് പരിശോധിക്കുന്ന നല്ലതാണ്. ഇവിടെ CPM കേരളത്തിൽ വയ്ക്കുന്ന മൊറാലിറ്റിയുടെ അതിർവരമ്പിനകത്ത് നിന്നല്ല ഈ വിഷയത്തെ കാണുന്നത്. CPM-ന് ഇത് പറയാനുള്ള അർഹതയില്ല. BJP-ക്ക് ഇത് പറയാനുള്ള അർഹതയില്ല. ഇത് പറയാൻ എന്തെങ്കിലും അർഹത ഇന്ന് അവശേഷിക്കുന്നത് കോൺഗ്രസിന് തന്നെയാണ്. കാരണം ഇന്നലെ ആരോപണം വന്നു, ഇന്ന് രാവിലെ മറ്റൊരാൾ പേര് പറഞ്ഞു, അതിനുശേഷം വലിയ സൈബർ ബുള്ളിങ് നടന്നു, മാധ്യമങ്ങൾ ചർച്ചയായി. ഇന്ന് 1.5-ക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘടനാപരമായിട്ടുള്ള സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ ആരെയും പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന്. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ചോയ്സ്, അവരുടെ സ്വകാര്യതയിൽ അവർ ചെയ്യുന്ന ജാഗ്രത കുറവ്, തെറ്റ്, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്ക് അല്ല എന്നുള്ള കൃത്യമായ സ്റ്റാൻഡാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പെൺകുട്ടിയെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ എനിക്കൊരു റിക്വസ്റ്റ്, ആക്ഷേപമുണ്ടെങ്കിൽ ഒരു സംവിധാനത്തെ മുഴുവൻ സംശയനിഴലിൽ പെരുവെടുത്ത് നിർത്തുകയല്ല ചെയ്യേണ്ടത്. പേര് പറയണം, തെളിവ് ഹാജരാക്കണം. ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യക്ക് ഒത്തിരി സംവിധാനങ്ങളുള്ളതല്ലേ, തെളിവുകൾ ഹാജരാക്കണം. എത്ര പഴയ ചാറ്റ് വരെയും റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ.
പക്ഷേ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വന്നിരുന്നു ഒരു മാധ്യമ പ്രവർത്തകയുടെ. ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലെ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പല മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് പ്രത്യേകിച്ചുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നമ്മൾ ആരും കണ്ടിരുന്നില്ല. അപ്പൊ പിന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ നമുക്ക് അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അല്ല, അതിലൊരു കാര്യം, ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പടച്ചുവിട്ട ആരോപണങ്ങളായിരുന്നു വലിയ രീതിയിൽ. അതിലൊരു ആരും വ്യക്തിപരമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നൊന്ന് നേരിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴങ്ങനെ ആളുകൾ രംഗത്ത് വരുന്നു, എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആളുകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ നിരന്തരം പറയുമ്പോൾ നമ്മൾ കുറെ കൂടി അത് ഓഡിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു, നമ്മളത് പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ പക്ഷവും കൂടി നമ്മൾ കേൾക്കണമല്ലോ. നമ്മൾ അവസരങ്ങൾ ആർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ല. പ്രതിക്കും വാദിക്കും ഒരുപോലെ തന്നെ അവസരം കിട്ടണം. തെറ്റായ ഒരു കുറ്റം ചാർത്തപ്പെടാനും പാടില്ലല്ലോ. അപ്പോൾ ഈ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു പുരുഷൻ പോലും, നിരപരാധിയായ പുരുഷൻ പോലും വേട്ടയാടപ്പെടാനും പാടില്ല. ഏറ്റവും ദുർബലയായിട്ടുള്ള ഒരു സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള സകല സംവിധാനങ്ങളുമുള്ള ഒരു സ്ത്രീ അവർക്ക് തോന്നുമ്പോൾ ഒരു പുരുഷനെ വിരൽ ചൂണ്ടിക്കൊണ്ട് മോശക്കാരനായി ചിത്രീകരിക്കാൻ നോക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പിന്തുണയുടെ പേരല്ല സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞാൽ, സുരക്ഷ എന്ന് പറഞ്ഞാൽ. ഏറ്റവും ദുർബലയായിട്ടുള്ള സ്ത്രീക്ക് ഈ സമൂഹം കൊടുക്കേണ്ട കരുത്തിന്റെ അല്ലെങ്കിൽ കൈത്താങ്ങിന്റെ പേരായിരിക്കണം, അല്ലേ? അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രിവിലേജ് ഞങ്ങൾ ഇവിടെ പരിഗണിച്ചിട്ടില്ലല്ലോ. MLA എന്നുള്ള പ്രിവിലേജോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള പ്രിവിലേജോ ഞങ്ങൾ ഇവിടെ പരിഗണിച്ചിട്ടില്ല. കൃത്യമായ സ്റ്റാൻഡാ പറഞ്ഞത്. അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഒരാൾ പേര് പറയുന്നു, മറ്റൊരാൾ പേര് പറയുന്നതിന് തുല്യമായിട്ട് എല്ലാ ഐഡന്റിറ്റിയും പറയുമ്പോൾ ഞങ്ങൾ അതിൽ ഇടപെടുന്നു. ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് പോലും ഉറപ്പില്ലാത്ത പലരുടെയും കേട്ടുകേൾവികൾ വെച്ച് പറയുന്നത്. അങ്ങനെ കേട്ടുകേൾവിയുടെ പുറകെ പോകാനായിട്ട് നമുക്ക് നേരമില്ല. ഇപ്പോ CPM-ന്റെ സൈബർ ഹാൻഡിലുകളാണ് മുൻപുണ്ടായിരുന്ന പരാതിക്ക് കാരണം, മുൻപുണ്ടായിരുന്ന പരാതിക്ക് പിന്നിലെന്ന് സാർ പറഞ്ഞല്ലോ. ഇപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പല നേതാക്കന്മാരുടെയും, CPM-ലെ പല നേതാക്കന്മാരുടെയും മക്കളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മക്കൾ വിവാദങ്ങൾ കത്തിൽ നിന്നൊരു സാഹചര്യത്തിൽ ഇന്നലെ ഈ ഒരു സമയത്ത് കത്ത് വിവാദവും കത്ത് ചോർച്ച വിവാദങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൂടെ? CPM പടച്ചുവിട്ട, അല്ലെങ്കിൽ CPM തന്നെ പിന്നിൽ കൂടി തിരികൊളുത്തി വിട്ട പല വിവാദങ്ങളും പരാമർശങ്ങളും ആയിക്കൂടി ഇപ്പൊ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയും സമീപകാല കേരള ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയും നമുക്ക് സംശയിക്കാം. കാരണം പണ്ടൊരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് പോലെ, യുവ നേതാക്കന്മാർക്കെതിരെ പെണ്ണുകേസോ മറ്റെന്തെങ്കിലും ചേർത്തി കൊടുത്താൽ അവരവിടെ അടങ്ങിക്കോളും. കാരണം ഈ പറയുന്ന ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ രണ്ടുപേരും ഒരുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് സജീവമായ രണ്ട് നേതാക്കന്മാരായിരുന്നു, ജനങ്ങൾക്കിടയിൽ ഏറെ പ്രീതിയുള്ള നേതാക്കന്മാരായിരുന്നു. അപ്പൊ അവർക്കെതിരെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം പടച്ചുവിട്ടൊരു വാർത്ത അല്ലെങ്കിൽ പരാതി ആയിക്കൂടിയത്. അങ്ങനെയും സംശയിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ പല അവസരങ്ങളും മുൻപ് CPM നടത്തി ഉപയോഗിച്ച് വിജയിച്ചത് കൊണ്ട് നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് പോലും നീതിപൂർവകമായിട്ടുള്ള ഒരു പരാതി അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പരാതി രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം CPM-നാണ്. സരിതയുടെ കത്തിന്റെ പേജുകളുടെ എണ്ണം കൂട്ടി ഉമ്മൻചാണ്ടിയിലേക്ക് വരെ അതിനെ എത്തിച്ചുകൊണ്ട് ആ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കുൽസിത ശ്രമങ്ങൾ നടത്തിയ ആളുകൾ, കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കാൻ ചിത്രീകരണം നടത്താൻ ശ്രമിച്ച ആളുകൾ, തോൽപ്പിക്കാൻ നടത്തിയ ആളുകൾ, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ. ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ നിരവധിയായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള സൈബർ അക്രമങ്ങൾ. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ CPM ഇപ്പോൾ നിരന്തരം പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ, ഇപ്പൊ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട്, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട്, CPM-ന്റെ ഉൾപാർട്ടി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, കത്ത് വിവാദം, അവരുടെ ബിനാമി ബിസിനസ്സുകൾ, കോർപ്പറേറ്റ് വൽക്കരണം, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കവർ ചെയ്യാൻ വേണ്ടി നടത്തിയതാണെന്നും ആളുകൾ സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയമാണ്, ഇതൊക്കെ കക്ഷി രാഷ്ട്രീയമാണ്. അപ്പോഴും ഞാൻ ഈ പരാതി പറയുന്ന പെൺകുട്ടികളുടെ നീതി ഉറപ്പാക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പോഴും. പക്ഷെ അവർക്ക് ആ നീതി വേണമെങ്കിൽ അവർക്ക് കൂടി താല്പര്യം ഉണ്ടാകണം. അവർ നിയമപരമായിട്ട് പരാതി കൊടുക്കണം, തെളിവുകൾ ഹാജരാക്കണം, ഓരോന്നും കൃത്യമായിട്ട് അവർക്ക് പറയാമല്ലോ. അത് പറയാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് അവരും പറയുന്നതെങ്കിൽ അവരും മറ്റൊരു സരിതയാക്കി ചിത്രീകരിക്കപ്പെടും. അങ്ങനെ ആക്കപ്പെടാൻ പാടില്ല. ഈ സമൂഹത്തിൽ ജെന്യുവനായിട്ട് പരാതി പറയുന്ന ഒരു പെൺകുട്ടിയും സരിതയോട് ഉപമിക്കപ്പെടാൻ പാടില്ല, അല്ലേ? അങ്ങനെയല്ലേ വരണ്ടേ? അപ്പോ ഈ പരാതി ഉന്നയിക്കുന്നവർ തെളിവുകൾ ഹാജരാക്കണം. ഒരു ദാക്ഷിണ്യവും ഒരു ദയയും ഒരു നേതാവിനും അവർ നൽകണ്ട. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും നൽകണ്ട. കാരണം ഞങ്ങളുടെ പ്രവർത്തകർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവർ പണിയെടുക്കുന്നതിന്റെ സൗകര്യത്തിലാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ജയിച്ചു വരുന്നത്. അപ്പൊ ആ പ്രവർത്തകരെ ആരെയും
വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നുള്ള ആക്ഷേപം കേൾപ്പിക്കുന്ന ഒരാൾക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊരു പ്രിവിലേജും ആരും തരണ്ട. അപ്പൊ ഈ പരാതി ഉന്നയിക്കുന്ന പെൺകുട്ടികൾ ഈ രാജ്യത്തെ നിയമ നടപടികളിലൂടെ കൂടി മുന്നോട്ട് പോകണം. രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ, മറ്റാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനായിക്കോട്ടെ, പരാതി ഉണ്ടെങ്കിൽ നിയമ നടപടികളിലൂടെ തന്നെ പോകണം. ഇത്രയും സൗകര്യങ്ങളും ഇത്രയും വിവര സാങ്കേതിക സംവിധാനങ്ങളും ഉള്ള ഒരു കാലത്ത് വെറുതെ വാക്കാൽ ഒരു മനുഷ്യനെ പറഞ്ഞ് അയാളുടെ പൊളിറ്റിക്കൽ കരിയറും അയാളുടെ സംഘടനാപരമായിട്ടുള്ള സ്റ്റേച്ചറും ഒക്കെ നശിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. അപ്പോഴും അവരുടെ പരാതി അന്വേഷിക്കപ്പെടേണ്ടതാണ്, ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും വലിയ രീതിയിൽ നടത്തിയിട്ടില്ല. നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഒരു പക്ഷെ തെളിവുകളൊക്കെ പുറത്തു വരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യാത്തത്. അപ്പോ ഈ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനു മുൻപ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വാർത്തകൾ കോൺഗ്രസിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അറിവിൽ ഇല്ല. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ അത്തരം ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർട്ടി സംവിധാനം, ഇപ്പൊ കോൺഗ്രസ് അല്ല ഏത് പാർട്ടി ആയാലും ആരെങ്കിലും നമ്മളിപ്പോൾ സ്വകാര്യ ചടങ്ങുകളിൽ, സ്വകാര്യ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിലൊക്കെ പലരും പലരെക്കുറിച്ചും പല കഥകളും പറയും, നല്ലതും ചീത്തയും പറയും. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് അപ്പോൾ തന്നെ പാർട്ടിക്ക് നടപടി എടുക്കാൻ പറ്റില്ല. അങ്ങനെ നടപടി എടുക്കുമ്പോൾ ഇത് ആരുടെ പരാതിന്മേലെ എടുത്തേ, ആരാണ് ഇതിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? ഒരു പാർട്ടി സംവിധാനം എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ ഒരു പരാതി വന്നാലേ അത് അന്വേഷിക്കാൻ പറ്റുള്ളൂ, അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. മുൻപൊന്നും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങളിൽ, വേദികളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു പരാതികളൊന്നും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി പലരും ചായക്കടകളിലോ അല്ലെങ്കിൽ സ്വകാര്യ സംഭാഷണത്തിലൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. എൻ്റെ അടുത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പരാതിയായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു നടപടി സ്വീകരിക്കേണ്ട ഒരു കാര്യവുമല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് മറുപടി പറയേണ്ടത് അത് അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു ചോയ്സാണ്. എങ്ങനെ പറയണം, എത്ര നന്നായിട്ട് പറയണം എന്നുള്ളത് അദ്ദേഹം കൂടി തീരുമാനിക്കേണ്ടതാണ്. ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം അതിനെ അഡ്രസ്സ് ചെയ്യും തന്നെയാണ്, നിയമപരമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇതിനെ ഫൈറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണല്ലോ. അതെ. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വിഷയം കൊണ്ടാണ് പി സരിൻ പാർട്ടി വിട്ടത് എന്നൊരു കിംവദന്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് നൽകി പി സരിന് സീറ്റ് നൽകാതിരുന്നത് കൊണ്ടാണ് പാർട്ടി വിട്ട് പി സരിൻ മാറിയത് എന്ന്. അപ്പോ ഇന്ന് ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് പി സരിൻ പാർട്ടി വിട്ടു പോയതിന് അല്ലെങ്കിൽ അദ്ദേഹത്തെ വിട്ടുകളഞ്ഞതിൽ പി സരിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകിയതിൽ പാർട്ടിക്ക് റിഗ്രറ്റ് തോന്നുന്നു. ഒന്ന്, സരിൻ പാർട്ടി വിട്ടുപോയത് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകിയത് കൊണ്ടും സരിന് സീറ്റ് നൽകാത്തത് കൊണ്ടുമാണ്. സരിന് സീറ്റ് നൽകാത്തത് കൊണ്ടാണ് സരിൻ പാർട്ടി വിട്ടുപോയത്, അല്ലേ? മറ്റേതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പേര് സരിൻ പറഞ്ഞോ? സരിന് സീറ്റ് വാങ്ങാൻ മാത്രമേ സരിൻ നോക്കിയുള്ളൂ. മറ്റേതെങ്കിലും ഒരു ചെറുപ്പക്കാരന്, അർഹതപ്പെട്ട ഒരു ചെറുപ്പക്കാരന് സീറ്റ് ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാണ്, തരാത്തതിന്റെ പേരിലാണ് ഞാൻ പോകുന്നതെന്ന് സരിൻ പറഞ്ഞിട്ടില്ല. അപ്പോ സരിന് സീറ്റ് കൊടുക്കാതെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തത് ശരിയായ തീരുമാനമാണെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ പോലും, അത് തീരുമാനങ്ങളൊന്നുമായിട്ട് പ്രൂവ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ പോലും സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. കാരണം മുൻപ് പലവട്ടവും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക്, അധിക്ഷേപങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സംശയത്തിന്റെ ആനുകൂല്യം ഞാൻ കൊടുക്കുകയാണ്. കാരണം ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ഭരണകൂടങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രിവിലേജും സംസ്ഥാന സർക്കാർ കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ആനുകൂല്യം ഞാൻ അല്പം കൊടുക്കുന്നത് രാഹുലിനാണ്. അപ്പോൾ പോലും രാഹുലിന് അന്ന് സീറ്റ് കൊടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് പി സരിന് സീറ്റ് കൊടുക്കാതെ രാഹുലിന് കൊടുത്തത് ശരിയായി എന്ന് തോന്നുന്നത്? അല്ലെങ്കിൽ അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഒരു ബൈ ഇലക്ഷൻ, സംസ്ഥാന സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ ജനങ്ങൾക്ക് ഇടയ്ക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ആ അവസരത്തിൽ 100% ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ജയസാധ്യത മുൻനിർത്തി നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പല സ്ഥാനാർത്ഥികളും ഉണ്ടാവും. എല്ലാവരും പല രീതിയിൽ മിടുക്കരായിരിക്കും. അവിടെ നമ്മൾ ജയിക്കാനായിട്ട് നടത്തുന്ന ഒരു മത്സരത്തിൽ, സംസ്ഥാന സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരത്തിൽ ജയിച്ച് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ഇന്നും ഞാനത് വിശ്വസിക്കുന്നു. സരിൻ അതിനുശേഷം പുറത്തു പോകാതെ ഇവിടെ തന്നെ നിന്ന് ഈ രാഷ്ട്രീയം പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടി വാലിഡിറ്റി ഉണ്ടായിരുന്നു. സരിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് BJP ആയിട്ട് ചർച്ച ചെയ്യുന്നു, CPM പോകുന്നു, മത്സരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അവസരം കിട്ടാത്തത് കൊണ്ട് പോയതല്ല, സരിന് അപ്പൊ സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ്. അവസരം കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ ഒറ്റപ്പാലത്ത് സരിൻ മത്സരിച്ചല്ലോ. സരിൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഞാനൊക്കെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം 2 പതിറ്റാണ്ടോളം എത്തിയായിരുന്നു. അപ്പൊ സീറ്റ് കിട്ടാത്തവർ മുഴുവൻ അപ്പം തന്നെ പാർട്ടി വിട്ടുപോവുകയും സീറ്റ് കിട്ടുന്നയാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഒരു റിഗ്രറ്റും കോൺഗ്രസ് പാർട്ടിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തതിന്റെ പേരിൽ ഒരു റിഗ്രറ്റും ഉണ്ടാകാനും പാടില്ല, ഉണ്ടാകേണ്ടതുമില്ല. കാരണം കോൺഗ്രസ് അന്നെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അതിനു മുമ്പും അതിനുശേഷം ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് പാർട്ടി ലൈബിൾ ആകാൻ പാടില്ല. അങ്ങനെ പാർട്ടി ലൈബിൾ ആയാൽ
മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിലിന് വേണ്ടി വാദിക്കുന്ന CPM-ന്റെ സൈബർ സഖാക്കന്മാരുടെ നിലവാരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയും തരം താഴും. അത് പാടില്ല. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്നുള്ളതിനേക്കാൾ നന്നായിട്ട് നാളെ ഉണ്ടാവണം. നാളെ എൻ്റെ മക്കൾക്കടക്കം ഈ പാർട്ടിയിൽ ചേരാൻ തോന്നണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ കുറെ കൂടി ക്ലാരിറ്റിയോടുകൂടി പുതിയ കാലത്തെ ജനാധിപത്യം കുറെ കൂടി ഡെമോക്രാറ്റിക് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതെ, ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാനാണ് കോൺഗ്രസ് കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നത്. ഇത് ആ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിൽ അങ്ങനെ പല യുവ നേതാക്കന്മാരും ആർജവത്തോടെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നതിന് വേണ്ടി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ ഒരു സമയത്ത്, ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഇപ്പൊ നിലവിൽ നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ താഴേക്ക് ഇടിയാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് സ്വപ്നം കണ്ട ഒരു കേരളം പിടിച്ചെടുക്കാൻ സാധിക്കാതെ വരുമോ? ഒരു കാരണവശാലും ഇല്ലല്ലോ. ഞാൻ അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്നത്. ഒരു കാരണവശാലും ഇല്ല. മുൻകാലങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആക്ഷേപങ്ങളിൽ പെടുമ്പോൾ പാർട്ടി ഒന്നാകെ പേടിക്കും. ഇനി എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി പ്രശ്നമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ KPCC പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരുടെയൊക്കെ നിലപാട് നിങ്ങൾക്ക് ഇന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ടും സൈബർ സംവിധാനത്തിലുള്ള നമ്മുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ താഴെത്തടിയിലുള്ള പ്രവർത്തകർക്ക് ഒരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും, എന്ത് നിലപാടെടുക്കണമെന്ന്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ചില ഘട്ടത്തിൽ നമ്മൾ പാർട്ടിയേക്കാൾ കൂടുതൽ ചില നേതാക്കന്മാരോട് കൂടുതൽ ആരാധനയും സ്നേഹവും തോന്നും. അപ്പൊ അങ്ങനെയുള്ളവർ ചില കേസുകളിലൊക്കെ പെടുമ്പോൾ ഒരു സങ്കടം തോന്നും, അവരോടുള്ള വിധേയത്വം കൊണ്ട് പല അഭിപ്രായം പറയും. പക്ഷെ അതിനപ്പുറത്ത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കോൺഗ്രസ് പെട്ടെന്ന് ട്രാക്കിലേക്ക് തിരിച്ചു വന്നില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ സംഭവിച്ചിട്ടുള്ള കേവലമായിട്ടുള്ള ഒരു ആരോപണം, അത് ആ വ്യക്തിയും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അധിക്ഷേപം നേരിട്ടു എന്ന് പറയുന്ന ആളുകളും തമ്മിലുള്ള പരാതി, അത് ലീഗലായി പോകണമെന്ന് കൂടിയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പോയി അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. നീതി ആരുടെ പക്ഷത്താണോ കിട്ടേണ്ടത് അവർക്കത് ഉറപ്പാക്കപ്പെടണം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഈ സമരമുഖത്തേക്ക് ഞങ്ങൾ എപ്പോഴേ ഉള്ളതുപോലെ തന്നെ ഇന്നുമുണ്ട്. ഞങ്ങൾ ഈ വിഷയത്തിന്റെ പുറകെ നിൽക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല. 2026 കേരളത്തിൽ കോൺഗ്രസിന്റെ UDF-ന്റെ ഭരണം ഉണ്ടാകണം എന്നുള്ളത് കേരളത്തിലെ സർവ്വസാധാരണക്കാരുടെ ആവശ്യമാണ്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ഉൾപ്പെടെ ആവശ്യമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ദുർഭരണത്തിൽ നിന്ന് ഈ മനുഷ്യർക്ക് ഒരു മോചനം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവിനോ അല്ലെങ്കിൽ MLA MP യോ മറ്റാർക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം വരുമ്പോൾ അതിന്റെ പേരിൽ വഴിയിൽ പതറി നിൽക്കുന്ന ആളുകളല്ല ഇന്നത്തെ കോൺഗ്രസ്. ഞങ്ങൾ ഈ 10 കൊല്ലമായിട്ട് അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും തെരുവ് നിറഞ്ഞ് സമരം ചെയ്യാൻ ഇത്രയധികം ആളുകളെ ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ കാരണം ഞങ്ങളുടെ ഈ ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസത്തെ ഏതെങ്കിലും വ്യക്തികൾ നേരിടുന്ന ആക്ഷേപത്തിന്റെ പേരിൽ വില കുറച്ച് കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു ഭയമില്ലല്ലോ. ഞങ്ങൾ അഡ്രസ്സ് ചെയ്യല്ലേ. സാധാരണ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യാറുണ്ടോ? 11 കൊല്ലമായില്ലേ നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിട്ട്? പിണറായി വിജയൻ മാധ്യമങ്ങളോട് ബ്രീഫിംഗ് നടത്തിയിട്ട് എത്ര കാലമായി? മാസപ്പടി കേസിൽ ഒരു ബ്രീഫിംഗ് നടത്താൻ ധൈര്യമുണ്ടോ? അതിൽ MP ഗോവിന്ദന്റെ മകന്റെ കത്ത് വിവാദത്തെ കുറിച്ച് ബ്രീഫിംഗ് നടത്താൻ ധൈര്യമുണ്ടോ? ധൈര്യമില്ലല്ലോ. ഞങ്ങൾ പറയുകയല്ലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം നേരിടുമ്പോൾ നിങ്ങളുടെ അടക്കം മുമ്പിൽ വന്നിരുന്ന് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾക്ക് ധൈര്യമുള്ളത് ഞങ്ങൾ പൊളിറ്റിക്കലി ക്ലിയർ ആണെന്ന് ഞങ്ങൾക്കുള്ള പൂർണ്ണ ഉറപ്പുള്ളത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് തന്നതിന് താങ്ക് യു.